ശിക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ അവരോടും ശിക്ഷാ നടപടി സ്വീകരിക്കുക. നിങ്ങൾ ക്ഷമ കൈകൊള്ളുകയാണെങ്കിലോ അതുതന്നെയാകുന്നു ക്ഷമാശീലത്തിൽ ഉത്തമമായിട്ടുള്ളത്. മിസ്റ്റർ കാന്തപുരം, താങ്കൾ ചെയർമാനായ തൗഫീഖ് പബ്ലിക്കേഷൻ അല്ലേ ഈ ഫിത്ന പത്രം പുറത്തിറക്കുന്നത്? ആ വാറോല പുറത്തിറക്കാൻ നിങ്ങൾ ചെലവാക്കുന്ന സംഖ്യ ഏത് എന്ന ഞെട്ടിപ്പിക്കുന്ന സത്യത്തിലേക്ക് വരും മുമ്പ് ഞങ്ങൾ ചോദിക്കട്ടെ. കേരള മുസ്ലിങ്ങൾ ആദരിക്കുന്ന, നെഞ്ചിലേറ്റുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് എഴുതിയ നിങ്ങളുടെ വാറോലയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അനുയായികളെക്കാൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യാനുള്ള തിടുക്കമുണ്ടെന്ന് നിങ്ങൾ എഴുതി. തങ്ങൾ ലീഗിന്റെ പ്രസിഡന്റായ ശേഷം കേരളത്തിൽ ദീനിന്റെ അധപതനത്തിന് തുടക്കമായെന്ന് നിങ്ങൾ അച്ചുനിരത്തി. കാരന്തൂരികളുടെ സുന്നി വോയിസ് എന്ന് വിളിക്കപ്പെടുന്ന ഫിത്ന വോയിസിലൂടെ നിങ്ങൾ എഴുതിയതിൽ നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ നിങ്ങൾ മൂരിയെന്നും അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന മദ്രസകളുടെ ആസ്ഥാനത്തെ ഭ്രാന്താലയമെന്നും വിശേഷിപ്പിച്ചപ്പോൾ നിങ്ങളൊന്നാലോചിച്ചോ? നിങ്ങളുടെ അനുയായികളെ ഏത് സംസ്കാരത്തിലേക്കാണ് നയിക്കുന്നതെന്ന്? ഇല്ല, നിങ്ങൾക്കതിന് കഴിവില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ പണ്ഡിത മഹാസഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പുറത്താക്കുകയില്ലായിരുന്നു. പാണക്കാട് സാദാത്യങ്ങൾക്ക് ലഭിച്ച ബഹുമാനാദരവുകൾ മുമ്പും നിങ്ങളിൽ അസൂയയുടെ അഗ്നിയാളിച്ചിട്ടുണ്ട്. മറന്നുപോയോ? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോ നിങ്ങൾ തലകീഴായി പ്രസിദ്ധീകരിച്ചു. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ തലയെ നിങ്ങൾ പിളർത്തിയ രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തി. നിങ്ങളുടെ ഉള്ളിലുള്ള അഗ്നിയെ ശമിപ്പിക്കാൻ, സ്വയം സമാധാനിക്കാൻ, അതെ, ശിഹാബ് തങ്ങളുടെ ഉയർച്ചയിലും വളർച്ചയിലും ദഹിക്കാത്ത ഇവർ തങ്ങളുടെ കാലിസ്ഥാനത്തെ അപമാനിച്ചു. ദീൻ പൊളിക്കാൻ തങ്ങൾ കൂട്ടുനിൽക്കുന്നുവെന്നും ആരോപിച്ചു. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നടക്കുന്നത് ശരീരവിൽപ്പനയാണെന്ന്, പച്ചയായി പറഞ്ഞാൽ വ്യഭിചാരമാണെന്ന് എഴുതിയത് മുസ്ലിം കേരളം പൊറുക്കുമെന്ന് കരുതിയോ? ഇതാ നിങ്ങൾ പുറത്തിറക്കിയ സുന്നിവേലി. പാണക്കാട്ടേക്കൊരു ഇറച്ചിപ്പൊതി എന്ന പേരിൽ നിങ്ങൾ എഴുതിയ ലേഖനം ഞങ്ങൾ പൂർണ്ണമായി വായിക്കുന്നില്ല. കാരണം എഴുതാൻ നിങ്ങൾക്കില്ലാത്ത ലജ്ജ വായിക്കാൻ ഞങ്ങൾക്കുണ്ട് എന്നതുകൊണ്ട്. പ്രിയ ശ്രോതാക്കളെ, പാണക്കാട് തറവാടിനെ പറ്റി ഇത്രയും നീചമായി അന്യമതസ്ഥർ പോലും പറഞ്ഞിട്ടില്ല. ഇവരോ സുന്നികൾ അസൂയാക്തിയാണ് കാരന്തൂരികളെ. നിങ്ങൾ ഓർക്കുക, വിചാരണക്കൊരു ദിനം വരാനുണ്ടെന്ന്. പഠിച്ചോനെ, അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ റബ്ബേ, അള്ളാഹു കാക്കട്ടെ. ഇതൊന്ന് ചിന്തിക്കുക, എന്താ പറഞ്ഞത്? ഇതുപോലെ എത്രയെത്ര തോന്നിവാസങ്ങൾ ഇവർ അച്ചടിച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ തീർച്ചയായും പൊതുജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാ പാണക്കാട് തങ്ങളെ മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായിയാക്കി എഴുതിയതിന്റെ രേഖ. മുമ്പ് അസ്ഹറിൽ പഠിക്കാൻ പോയി വഴിതെറ്റി വന്ന തങ്ങളെയാണ് ഇന്ന് മുസ്ലിം സമൂഹം ആത്മീയ നേതാവായി ചിത്രീകരിച്ചതെന്ന് ആരോപിക്കാൻ നിങ്ങളുടെ മനസ്സ് അത്ര മലിനമായതുകൊണ്ടല്ലേ കഴിഞ്ഞത്? ലീഗിനോടുള്ള വിരോധം തീർക്കാൻ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞുവെന്ന് സമൂഹത്തിനറിയാം. പിന്നെ പറയുന്നത് ഞങ്ങളെ പോക്കറ്റ് ഭദ്രമാണ്. അത് ശരിയാ, പോക്കറ്റ് ഒരു 100 കൊല്ലങ്ങൾ അധികാരത്തിന് പുറത്തായാലും നിറഞ്ഞു നിൽക്കും. അതിനകത്തുണക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പോക്കറ്റാണ് നിറഞ്ഞു നിൽക്കും. അതേ സമയത്ത് നിങ്ങളെ രാഷ്ട്രീയ പോക്കറ്റ് ശൂന്യമാണ്. അതേ സമയത്ത് നിങ്ങളെ രാഷ്ട്രീയ പോക്കറ്റ് ശൂന്യമാണ്. അതേ സമയത്ത് നിങ്ങളെ രാഷ്ട്രീയ പോക്കറ്റ് ശൂന്യമാണ്. ടിക്കറ്റ് ചെയ്യാൻ വേണ്ടി നോൻപെടുക്കാതെ പോയവരായിരുന്നില്ല. ഒരുപാട് കുത്തി അടച്ചിട്ട് പോയേക്കാ കലക്ടറേറ്റ് ടിക്കറ്റ് റമദാൻ മൈനയിൽ ടിക്കറ്റ് ചെയ്യാൻ വേണ്ടി നോൻപെടുക്കാതെ പോയവരായിരുന്നില്ല. ഒരുപാട് കുത്തി അടച്ചിട്ട് പോയേക്കാ കലക്ടറേറ്റ് ടിക്കറ്റ് റമദാൻ മൈനയിൽ ടിക്കറ്റ് ചെയ്യാൻ വേണ്ടി നോൻപെടുക്കാതെ പോയവരായിരുന്നില്ല. ഒരുപാട് കുത്തി അടച്ചിട്ട് പോയേക്കാ കലക്ടറേറ്റ് ടിക്കറ്റ് റമദാൻ മൈനയിൽ. അങ്ങനെയല്ല സഹാബാക്കൾ പോയിരുന്നത്. അപ്പൊ ബദർ യുദ്ധത്തിന്റെ വില കുറച്ച് കാണാൻ അതിന് കാരണമായിട്ടുണ്ട്. അപ്പൊ ബദർ യുദ്ധത്തിന്റെ വില കുറച്ച് കാണാൻ അതിന് കാരണമായിട്ടുണ്ട്. അപ്പൊ ബദർ യുദ്ധത്തിന്റെ വില കുറച്ച് കാണാൻ അതിന് കാരണമായിട്ടുണ്ട്. അതൊക്കെ ബോധപൂർവം തന്നെയാ പറഞ്ഞത്. അതൊന്നും വികാരം ഉണ്ടാക്കണ്ട. അവിടെ അതൊന്നും ആർക്കും വികാരം ഉണ്ടാവില്ല. മാത്രമോ
മുസ്ലിം ഉമ്മത്തിന്റെ അമരനായകനായ ബാഫക്കി തങ്ങളെ നിങ്ങളുടെ വക്കീൽ വാറോല വഹാബിയാക്കിയില്ലേ മിസ്റ്റർ കാന്തപുരം? ഞങ്ങൾ സുന്നികൾ ഇത് ഇനിയും സഹിക്കില്ല. നിങ്ങൾക്കും അനുയായികൾക്കും ഇത്ര അധപതിക്കാൻ അവകാശമുണ്ടായിരിക്കാം. പക്ഷേ മുസ്ലിം ഉമ്മത്തിനെ വേദനിപ്പിക്കാൻ നിങ്ങൾക്കാരാണ് അധികാരം നൽകിയത്?